പണ്ടൊക്കെ അടുക്കള ഒഴികെ ബാക്കി എല്ലാ സംഭവവും ഞാൻ തന്നെ ക്ലീൻ ചെയ്യും. അടുക്കള മാത്രം മമ്മിയുടെ ഏരിയയാണ്. അത് മമ്മി തന്നെ കൈകാര്യം ചെയ്തോണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൈ കഴുകുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഞാൻ ചെയ്തില്ലേൽ വേറെ ആരും ചെയ്യത്തില്ല. അപ്പോൾ പിന്നെ ഞാൻ തന്നെ ചെയ്തല്ലേ പറ്റൂ. ചിലരെങ്കിലും പല വീഡിയോസിലൂടെയും ഈ അടുക്കള കണ്ടിട്ടുണ്ടാവും. ശരിയാണ്, ഇതെൻ്റെ ചേച്ചിയുടെ വീടാണ്. അപ്പോൾ ചേച്ചിയൊക്കെ ഒന്ന് ഫ്ലാറ്റിലേക്ക് മാറിയപ്പോൾ അവരുടെ വീട് അടഞ്ഞു കിടക്കണ്ട എന്ന് കരുതി ഞങ്ങൾ വലിഞ്ഞു കയറി താമസിക്കുകയാണ്. അങ്ങനെയും പറയാൻ പറ്റില്ല. അവർ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ താമസിച്ചു. അതിനുള്ള വഴികൾ ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തു എന്ന് മാത്രം. എൻ്റെ ചേച്ചിയാണ് ആദ്യം ചാനൽ തുടങ്ങിയത്. അപ്പോൾ ചേച്ചിയുടെ ചാനൽ ഒക്കെ കുഴപ്പമില്ല എന്നുള്ള രീതി കണ്ടപ്പോൾ എന്നാൽ പിന്നെ ഞങ്ങളും ഒരെണ്ണം തുടങ്ങിയേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും മമ്മിയും കൂടെ ഒരു ചാനൽ തുടങ്ങി, കുക്കിംഗ് ചാനൽ. ഫില്ലീസ് കിച്ചൺ എന്നായിരുന്നു എൻ്റെ ഈ ചാനലിൻ്റെ ആദ്യത്തെ പേര്. മമ്മിയായിരുന്നു ആക്ട്രസ്, ഞാനായിരുന്നു ഡയറക്ടർ അടക്കം എല്ലാ റോളുകളും കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ ടോർച്ചർ സഹിക്കാൻ വയ്യാഞ്ഞിട്ട് മമ്മി എന്ത് പറഞ്ഞു, ഞാൻ ഈ പരിപാടിക്കില്ല, ഈ ചാനൽ നമുക്ക് നിർത്താം എന്ന് പറഞ്ഞുകൊണ്ട് മമ്മി ഒഴിഞ്ഞു. മമ്മി പോയെങ്കിൽ പോട്ടെ, ഞാൻ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഫില്ലീസ് കിച്ചൺ എന്നുള്ളത് ഫില്ലീസ് ഹോം ആക്കി. കാരണം എൻ്റെ അടുക്കളയിൽ കരിയാറേ ഉള്ളൂ, പുകയാറില്ല. അതുകൊണ്ട് ഞാൻ ഫില്ലീസ് ഹോം എന്നാക്കി. ഫില്ലീസ് ഹോം സെർച്ച് ചെയ്യുമ്പോൾ എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും കിട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഫില്ലീസ് ഹോം മാറ്റാം എന്നുള്ള രീതിയിൽ കുറേ പേരടിച്ച് നോക്കിയപ്പോൾ യൂട്യൂബിലില്ലാത്ത ചാനൽ പേരുകളില്ല. അവസാനം ഫില്ലീസ് ഹോം എങ്കിൽ ഫില്ലീസ് ഹോം എന്ന് തന്നെ വെച്ച്. എനിക്ക് പൊതുവേ ക്ലീനിങ് ഇഷ്ടമുള്ള കൂട്ടത്തിൽ തന്നെയാണ്. പക്ഷേ പാത്രം കഴുകൽ എനിക്ക് പണ്ട് മുതലേ ദേഷ്യമുള്ളൊരു കാര്യം തന്നെയായിരുന്നു. കാരണം വീട്ടിൽ എന്തെങ്കിലും ഗസ്റ്റോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും സഹായം വേണ്ടേ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അവിടെ ആ സിങ്കിൻ്റെ അടുത്ത് പോയി നിന്ന് പാത്രം കഴുകിക്കൊണ്ടേയിരിക്കും. അപ്പോൾ പിന്നെ എല്ലാവരും പോയി കഴിഞ്ഞാലും മമ്മി കുറ്റം പറയത്തില്ലല്ലോ, ഞാൻ എന്തോ പണിയെടുത്തു എന്നൊരു പേരുമായി. പക്ഷേ അതെനിക്കൊരു താപ്പായിരുന്നു. ഞാൻ മര്യാദയ്ക്ക് ആ കുക്കിങ്ങിൻ്റെ സമയത്ത് അവിടെ പോയി നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിച്ചിരുന്നെങ്കിൽ എൻ്റെ ഇപ്പോൾ അടുക്കളയിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമായിരുന്നു. ഞാനൊന്നും ഉണ്ടാക്കുന്നില്ല എന്നല്ല കേട്ടോ, ഞാൻ ഇച്ചിരിയായിട്ട് ഓരോന്ന് ഉണ്ടാക്കി പഠിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ ചേച്ചിയൊക്കെ ഈ വാഷ് ബേസിൻ്റെ ആ സിങ്ക് ഒരു 10 പ്രാവശ്യം എങ്ങാണ്ട് ഒരു ദിവസം കഴുകും. അത് ചെറുതായിട്ട് ഞാൻ കണ്ടുപിടിച്ചുകൊണ്ട് ഞാനൊരു 3-4 പ്രാവശ്യമെങ്കിലും ഒരു ദിവസം ഇപ്പോൾ കഴുകാറുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങളും പലരും ചെയ്യുന്നത് കണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ കുക്കിംഗ് മാത്രം ഞാൻ എത്ര കണ്ടിട്ടും പഠിച്ചില്ല. അതിനൊക്കെ ഒരു സമയമെടുക്കും തോന്നുന്നു. ഈ ക്ലീനിങ് ഞാൻ പണ്ട് മുതലേ ചെയ്യുന്ന പരിപാടി ആയതുകൊണ്ട് മോശമാവാറില്ല. പണ്ടുള്ളവരൊക്കെ പറയും അടുക്കള എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നത് വീടിന് നല്ലതാണ്. നമുക്കും അതാ നല്ലത്. കാരണം രാവിലത്തേക്ക് ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നേന്ന് മുതൽ തുടങ്ങേണ്ടി വരും. അതൊരു മടുപ്പായിരിക്കും. അടുക്കള നീറ്റായിട്ടിരിക്കുവാണെങ്കിൽ നമുക്ക് പണിയെടുക്കാനുള്ളൊരു ഇത് കിട്ടും, ഊർജം. ഞാൻ ശരിക്കും ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് എൻ്റെ അടുക്കള ക്ലീൻ ചെയ്തിട്ടില്ല കേട്ടോ. സമയം ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ട്. എനിക്ക് പിന്നെ ഒത്തിരി സമയം അങ്ങനെ നിൽക്കാനും പറ്റില്ല. ഞാൻ ആലോചിക്കുമായിരുന്നേ, നമ്മൾ എന്തോരം പ്രാവശ്യമല്ലേ അടുക്കള ക്ലീൻ ചെയ്യുന്നത്. അതിൻ്റെ കോലം എത്ര പെട്ടെന്നാണ് മാറിപ്പോകുന്നത്. അതിന് ഞാൻ ആലോചിച്ചിട്ട് ഒരു പോംവഴിയേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കാൻ നിൽക്കരുത്, ഒരു പണിയെടുക്കരുത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുക്കള എപ്പോഴും നീറ്റായിട്ടിരിക്കും.